രണ്ട്, ഒരു കാരണവശാലും ഒരു വൈദികൻ്റെയും കണ്ണീര് വിടാൻ ഇടവരുത്തരുത്. അതവരുടെ മേന്മ കൊണ്ടല്ല, മറിച്ച് അവർക്ക് വേണ്ടി ചോദിക്കാൻ. ഇപ്പോൾ നിങ്ങൾ മേലെ പിടിയച്ഛന് എണ്ണം കൊടുത്തു എന്ന് വിചാരിക്കുക. അച്ഛൻ്റെ വീട്ടുകാർ വരുന്നുണ്ടോ നിങ്ങളോട് ചോദിക്കാൻ? അച്ഛൻ വരുന്നുണ്ട് ചോദിക്കാൻ? ഇല്ല. പക്ഷെ അങ്ങനെ വന്നാൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവർക്ക് വേണ്ടി ചോദിക്കാനായിട്ട് ഒരാളെ ബാക്കി വെച്ചിട്ടുണ്ട്. അത് തമ്പുരാനാണ്. അതുകൊണ്ടാണ് ദൈവം പ്രതികാരം ചെയ്യുന്നു പറയുന്നത്. അവരുടെ കുറവുകളുണ്ടെങ്കിൽ അവരോട് പറയാം, മുഖത്ത് നോക്കി പറയാം. അത് വട്ടം കൂടി ഒരുമിച്ചിരുന്നിട്ട് എല്ലാം കൂടി കുത്തരുത്. കാരണം മനുഷ്യനല്ലേ, തകർന്നു പോകും. പകരം അച്ഛൻ്റെ റൂമിൽ അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങളുടെ പ്രശ്നമുണ്ട്, അപ്പം മാറ്റണം. തെറ്റിന് തിരുത്തും വേണം. രണ്ട്, തെറ്റല്ലെങ്കിൽ ആ വൈദികൻ്റെ കൂടെ നിൽക്കുക. ഒരു കാര്യം ചെയ്തു, എനിക്ക് ട്രസ്റ്റി, എനിക്ക് ഇവിടുത്തെ ആൾക്കാരൊന്നും വലിയ പരിചയമില്ല, കണ്ടുപരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രസ്റ്റീനെ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ട്രസ്റ്റ് ചെയ്ത കാര്യം എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ എന്ത് ചെയ്തു? ചെന്ന് അങ്ങോട്ട് കൊടുത്തു. എന്തുട്ടാ കാട്ടി വെച്ചേക്കടേ, ഇത് അങ്ങനെയാണ് ചെയ്യുന്നത്, അത് അങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. കിട്ടണ മുഴുവൻ അച്ഛനിട്ടാ. ട്രസ്റ്റിക്ക് എന്താ പ്രശ്നം? കിട്ടണ മുഴുവൻ വിചാരിച്ചിട്ടാ. അച്ഛൻ്റെ പണിക്കുറ്റം തോന്നുന്നു. പിന്നെ അച്ഛൻ വിചാരിക്കും, എന്തിനീ പുലിവാരി പിടിക്കാൻ പോണേ, അവന്മാരെ എന്തെങ്കിലും ചെയ്തോട്ടെ, കുർബാനയില്ല, പ്രാർത്ഥിക്കുക, മിണ്ടാണ്ടിരിക്കുക, പ്രശ്നം തീർന്നുമല്ലോ. പല അച്ഛന്മാരുടെയും കൂമ്പ് നുള്ളി കളഞ്ഞത് അങ്ങനെയാണ്. പേടിയാണ് ഇപ്പം ചെയ്യാനായിട്ട്. പിള്ളേരെ അടുത്ത് പള്ളിയെ വരണം അറന്നമാരും. ഇപ്പോൾ അത് എനിക്കിപ്പോൾ എന്താ പ്രശ്നം? കുഞ്ഞിൻ്റെ മരണത്തിൻ്റെ ആദ്യത്തെ ഡേറ്റ് നിങ്ങൾ എന്നെ കുറിച്ചു. കുമ്പസാരിക്കണം, പ്രാർത്ഥിക്കണം, കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ സമയമായാലും അത് തീരണമൊന്നുമില്ല. ആർക്ക് വേണ്ടി അച്ഛനോടെ കുർബാന ഇല്ലെന്ന്? നമുക്കത് സിമിത്തേരി പണി നടന്നുകൊണ്ടിരിക്കുക. അങ്ങേർക്ക് എന്തോരും അങ്ങേരെ അപ്പനെ അമ്മേനെ ഇവിടെ അടക്കാനുണ്ടോ? ഇല്ലല്ലോ. അങ്ങേരെ ഇവിടെ അടക്കൂ? ഇല്ല. നിങ്ങൾ വിചാരിച്ചതിനോട് അടക്കില്ല. അച്ഛനച്ഛൻ്റെ ഇടവേല കൊണ്ടുപോകുള്ളൂ. ഇതാർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് വേണമെങ്കിൽ രണ്ട് തരത്തിൽ ഇതിനെ കാണാം. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ പണിതിട്ട് വേണം. പഴയ സിമിത്തേരിക്ക് എന്താ കുഴപ്പം? എന്തോ ഒരു ഉരുത്തിലെ കാരണന്മാർ കിടന്നിരുന്നേ, ആ മണ്ണ് മുഴുവൻ മാന്തി. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ആരൊക്കെങ്കിലൊക്കെ കിടന്ന ഭൂമിയിൽ തന്നെ ഇപ്പം നിങ്ങൾ ഇരിക്കുന്നത്. പണ്ട് ഇവിടെ കാരെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയൂ? ഒരാൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോഴേക്കും എനിക്കിഷ്ടപ്പെട്ടില്ല. എന്നാൽ പിന്നെ അയാളെ ഒന്ന് തകർത്ത് തരിപ്പണാക്കിയത്. നമ്മുടെ നിലപാട് മുഖാന്തരം നഷ്ടപ്പെടുന്ന നന്മകൾ മുഴുവൻ നമുക്കും കൂടിയാന്ന് ഓർക്കുക. അങ്ങേർക്ക് ഇപ്പം എന്തത്ര ബുദ്ധിമുട്ട്? ഈ പൊടി മണ്ണ് തിന്നിട്ട് ഇവിടെ കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഏറ്റവും നല്ല പരിപാടി എന്തായിരുന്നു? മിണ്ടാതിരിക്കുക, 3 നേരം ചോറുണ്ട, കുർബാനയില്ല, തിരിച്ചു പോവുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും? ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇറങ്ങുമ്പോൾ എൻ്റെ മക്കൾക്ക് കുറച്ചും കൂടി നല്ലത് കിട്ടണം, എൻ്റെ മക്കൾ കുറച്ചും കൂടി സന്തോഷത്തിൽ ജീവിക്കണം, എൻ്റെ മക്കൾ കുറച്ചും കൂടി നന്മയിൽ ജീവിക്കണം എന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാവരുടെയും അവസാനം എങ്ങനെയായിരിക്കും? നല്ല തെറി കേട്ട്, ചീത്ത കേട്ട് ഇവിടുന്ന് പോകുമ്പോൾ. പഴയൊരു പാട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചും പോകുമ്പോൾ പാടിയിരിക്കും ട്രാൻസ്ഫർ കിട്ടുമ്പോൾ. എന്നെ നാട് കടത്തട്ടെ, തുണയ്ക്ക് കർത്താവുണ്ട് എനിക്ക്, വാളാലൻ തല വീഴട്ടെ, കല്ലേറാൽ കൊല്ലട്ടെ എന്നെ, ആഴിക്കടലിലേക്ക് എറിയട്ടെ എന്നെ. എല്ലാവർക്കും കിട്ടുന്ന അച്ഛന്മാർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ സാധാരണ കഴിഞ്ഞ ഒറ്റ സെൻഡ് ഓഫാണ് ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അതോടുകൂടി ദൈവം എന്നെ കുറേ കാര്യം പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെൻഡ് ഓഫൊക്കെ തന്നോ 10 രൂപയുടെ സാധനം എനിക്ക് വേണ്ട, അത് തന്നാൽ ഇവിടെ വെച്ചിട്ട് പോകും. കാരണം നമ്മൾ പഠിച്ചു, ദൈവം അല്ലാത്ത വേറെ ഒന്നും വേണ്ട.